തുടരും ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ലാലേട്ടൻ ഉണ്ടല്ലോ, ഫാമിലി മാൻ, ആക്ഷൻ, കോമഡി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷൻ. ആ ആക്ടറിനെ ഒന്നുകൂടി കാണണം എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഈ പടത്തിൽ കണ്ടു, ഗംഭീരം. ഇതൊരു കിടിലമായിട്ടുള്ള പടം കേട്ടോ. അതായത് ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ദുരഭിമാന കൊല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു കിടിലമായിട്ടുള്ള ഒരു പടമാണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളത്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു. അതായത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ ഇല്ലേ, സെയിം സാധനം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നല്ല കൃത്യമായിട്ട് തന്നെ അവര് പുതിയ രീതിയിൽ അത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു അച്ഛൻ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു അമ്മ ക്യാരക്ടറും പിന്നെ ഇവരുടെ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സൂപ്പർ ഡാഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് മാനായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള കഥാപാത്രം. ഇനി ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഒരു മല ഇടിഞ്ഞ് വരുന്ന ഒരു സംഭവം കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അത്ര വർക്കായിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചൂരൽ മല ദുരന്തം അതുപോലെ തന്നെ 2018 പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതത്ര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ആ ഭാഗത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അഭിനയവും അത്യാവശ്യം ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്ര ജെന്യുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പടം ശരിക്കും ഇതൊരു ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് കണക്കൂട്ടാം. പക്ഷേ പടത്തിന്റെ ഇന്റർവെൽ വരെ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഇവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.